പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ ഒരു സ്പെഷ്യൽ മസാലക്കൂട്ട് കൊണ്ടുണ്ടാക്കിയ ബീഫിന്റെ ഒരു അടിപൊളി റെസിപ്പിയുമായിട്ടാണ് വന്നിരിക്കുന്നത്. എല്ലാവരും വീഡിയോ കണ്ട് ഒന്ന് ട്രൈ ചെയ്ത് നോക്കേ. ഈ ബീഫ് വിന്താലു ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ആദ്യം തന്നെ നമ്മൾ കുറച്ച് മസാലകളൊക്കെ ഒന്ന് ചൂടാക്കിയെടുക്കണം. അതിന് വേണ്ടിയിട്ട് ഒരു പാത്രം അടുപ്പത്ത് വെച്ച് അതിലേക്ക് അത് ചൂടായി വരുമ്പോൾ അതിലേക്ക് ഒരു 4-5 വറ്റൽമുളക്, പിന്നെ ഒരു 1/4 ടീസ്പൂൺ ചെറിയ ജീരകം, പിന്നെ ഒരു 1/4 ടീസ്പൂൺ വലിയ ജീരകം, ഒരു ചെറിയ കഷ്ണം പട്ട, ഒരു 4 ഏലക്കായ, 4 ഗ്രാമ്പൂ, പിന്നെ ഇതിലേക്ക് വേണ്ടത് ഒരു 1/2 ടീസ്പൂൺ കടുക് കൂടി വേണം. അതിനോട് ഇപ്പം ചേർക്കാൻ മറന്നു പോയതാണ്, ഞാൻ കുറച്ചങ്ങോട്ട് എത്തുമ്പോൾ ചേർക്കുന്നുണ്ട്. ഈ സ്റ്റേജിലാണ് അത് ചേർക്കേണ്ടത്. അങ്ങനെ ഇതൊന്ന് വഴറ്റി ചെറുതായിട്ടൊന്ന് മൂത്ത് വരുമ്പോൾ അതിലേക്ക് ഒരു ചെറിയ കഷ്ണം ഇഞ്ചി ചെറുതായി നുറുക്കിയതും, പിന്നെ ഒരു 5-6 വെളുത്തുള്ളിയും കൂട്ടി കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് ഒന്നും കൂടി ഒന്ന് മൂപ്പിച്ചെടുക്കണം. ഇപ്പോഴാണ് ഞാൻ കടുക് ചേർക്കുന്നത്, ഇപ്പോഴല്ല ചേർക്കേണ്ടത്, ഫസ്റ്റ് തന്നെ ചേർക്കേണ്ടതായിരുന്നു. എന്നോടത് വിട്ടുപോയതാണ്. അങ്ങനെ എല്ലാം കൂടി മൂത്ത് വരുമ്പോൾ സ്റ്റൗ ഓഫ് ചെയ്ത് നമ്മളിതൊന്ന് അരച്ചെടുക്കണം. ഇതെല്ലാം കൂടി ഒന്ന് മിക്സിയുടെ ചെറിയ ജാറിലിട്ടിട്ട് ഒന്ന് അരച്ചെടുക്കേണ്ടതുണ്ട്. ഏകദേശം ഒരു 5 മിനിറ്റൊക്കെ കഴിയുമ്പോൾ ഇത് നല്ലോണം ഒന്ന് മൂത്ത് വരും. അപ്പോൾ സ്റ്റൗ ഓഫ് ചെയ്ത് ഒന്ന് ചെറുതായിട്ടൊന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം ചൂടാറിയതിന് ശേഷം ഇത് മിക്സിയുടെ ജാറിലിട്ട് ഒന്ന് നല്ലോണം ഒന്ന് അരച്ചെടുക്കണം. അതിന് വേണ്ടിയിട്ട് മിക്സിയുടെ ചെറിയ ജാറെടുത്ത് ഇത് അതിലേക്ക് ഇട്ടിട്ട് അതിലേക്ക് ഒരു 2 ടീസ്പൂൺ വിനാഗിരി ഒഴിച്ചാണ് നമ്മളിത് അരച്ചെടുക്കുന്നത്. ഇനി അഥവാ അരിഞ്ഞിട്ടില്ലെങ്കിൽ ഒരു 2 ടീസ്പൂൺ വെള്ളം കൂടി ചേർത്ത് നമുക്കിത് അരച്ചെടുക്കാം. നല്ലോണം അരച്ചെടുക്കണം. അപ്പോൾ ഇതിലേക്ക് അതിനാവശ്യത്തിനുള്ള ഉപ്പും കൂടി ചേർത്ത് കൊടുക്കണം. ഞാൻ മൊത്തം ഉപ്പ് ഇതിൽ ചേർത്തിട്ടുണ്ട്. 1 ടീസ്പൂണോളം ഉപ്പ് ചേർത്താണ് അരയ്ക്കുന്നത്. വേറെ എവിടെയും ഞാൻ ഉപ്പ് ഇതിൽ ചേർത്തിട്ടില്ല. അത് നല്ലോണം അരച്ചെടുത്തിട്ടുണ്ട്. ഇനി നേരത്തെ കഴുകി വൃത്തിയാക്കി വെച്ച ബീഫ് 500 ഗ്രാം ബീഫ് ഉണ്ട്. ഈ മസാലകളൊക്കെ എല്ലാം നമ്മൾ ഇതിൻ്റെ ഈ ബീഫിൻ്റെ അളവിനനുസരിച്ച് കൂട്ടിയും കുറച്ചൊക്കെ എടുക്കണം. അങ്ങനെ ഈ അരച്ച് വെച്ച മസാല ഇതിലേക്ക് നല്ലോണം ഒന്ന് തേച്ച് പിടിപ്പിക്കണം. കൈകൊണ്ട് തന്നെ നല്ലോണം കുഴച്ച് പിടിപ്പിച്ചെടുക്കണം. ഇതിലേക്ക് നമ്മൾ ഇതുവരെ മഞ്ഞൾപ്പൊടി ചേർത്തിട്ടില്ല. അതുകൊണ്ട് ഒരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും കൂടി ചേർത്ത് ഇത് നല്ലോണം ഒന്ന് കുഴച്ച് വെക്കുക. ഏകദേശം ഒരു 10 മിനിറ്റെങ്കിലും, കുറഞ്ഞത് ഒരു 10 മിനിറ്റ്, കൂടിയത് ഒരു 2-3 മണിക്കൂർ വെച്ചാൽ ഏറ്റവും നല്ലത്. ഇനി ഒരു ഓവർനൈറ്റ് മൊത്തം വെച്ചിട്ടുണ്ടെങ്കിൽ വളരെ നല്ലതാണ്. ഇങ്ങനെ മസാലകളൊക്കെ നല്ലോണം ബീഫ് പിടിച്ച് കിട്ടും. അപ്പം വേറൊരു പാത്രത്തിൽ വെച്ച് കുഴച്ച് ഫ്രിഡ്ജിൽ വെച്ച് മൂടി വെക്കണം. ഞാനിത് കുക്കറിൽ തന്നെ കുഴച്ചത് ഇപ്പം തന്നെ അടുപ്പത്ത് വെക്കാനുള്ളത് കൊണ്ടാണ്. അങ്ങനെ അതിലേക്ക് ആ മിക്സിയുടെ ജാറ് കുറച്ച് വെള്ളത്തിലൊന്ന് കഴുകി, മസാലകളൊക്കെ അതിലുള്ളത് കൊണ്ട് കഴുകി ഒഴിക്കുന്നുണ്ട്. അങ്ങനെ ബീഫ് നല്ലോണം ഒന്ന് വേവിച്ചെടുക്കുക.
എനിക്ക് ഇവിടെ ഒരു 5-6 വിസിൽ വരുമ്പോഴേക്കും ബീഫ് വെന്ത് കിട്ടിയിട്ടുണ്ട്. അതൊക്കെ ഓരോരുത്തരുടെയും കുക്കറിന് ബീഫിൻ്റെ മൂപ്പിനൊക്കെ അനുസരിച്ചിരിക്കും വേവ്. ഇതാ ഇപ്പോൾ ബീഫ് വെന്തിട്ടുണ്ട്. ബീഫ് നല്ല വേവായിട്ടുണ്ട്. ഇനി അത് മാറ്റി വെച്ചിട്ട് സ്റ്റൗവിലേക്ക് വേറെ ഒരു പാത്രം വെച്ച്, ഇതോണുള്ള നോൺ സ്റ്റിക്ക് പാത്രമാണെങ്കിൽ ഏറ്റവും നല്ലതാണ്. ഒരു 3 ചെറിയ സവാള കൊത്തി അരിഞ്ഞ് വെച്ചിരുന്നു. അത് ഒന്ന് വഴറ്റിയെടുക്കണം. കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് ചൂടായി വരുമ്പോൾ അതിലേക്ക് കൊത്തി അരിഞ്ഞ് വെച്ച വലിയുള്ളി ഇട്ട് നല്ലോണം ഒന്ന് വഴറ്റിയെടുക്കുക. ഇതിൽ ഉപ്പൊന്നും ചേർക്കുന്നില്ല. ഞാൻ നേരത്തെ ചേർത്ത ഉപ്പ് തന്നെ ഉണ്ട് ഈ മസാലകളിലേക്കൊക്കെ പിടിക്കാൻ മാത്രമുള്ളത്. അതുകൊണ്ട് ഞാൻ ചേർത്തിട്ടില്ല. വേണമെങ്കിൽ നോക്കിയിട്ട് നമുക്ക് ലാസ്റ്റ് ചേർത്താൽ മതി. അങ്ങനെ സവാളയുടെ നിറം മാറി വരുന്നുണ്ട്. അപ്പോൾ അതിലേക്ക് നമ്മൾ നേരത്തെ വേവിച്ച് വെച്ച ബീഫ് ഇട്ട് നല്ലോണം ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. പിന്നെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവർ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്തുള്ള ബെല്ലൈക്കൺ ഒന്ന് പ്രസ് ചെയ്യുക. അതിലുള്ള എന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുക. പിന്നെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറന്നു പോകരുത്. പിന്നെ നമ്മളിപ്പോൾ ഇതിലേക്ക് ചേർത്തത് ഈ PGM മുളക് പൊടിയാണ്, അതായത് കാശ്മീരി മുളക്. എരിവില്ലാത്ത കളറിന് വേണ്ടിയിട്ട് ചേർത്ത് കൊടുത്തതാണ്. പിന്നെ കുറച്ച് മഞ്ഞൾപ്പൊടിയും. അത് എല്ലാം കൂടി ഇട്ട് ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം ഒരു 2 മിനിറ്റ് ഒന്ന് മൂടി വെച്ച് ആ മസാലയിൽ പിടിക്കുന്ന രൂപത്തിൽ ഒന്ന് വറ്റിച്ചെടുക്കണം. ഇത് നല്ല ഡ്രൈ ആയിട്ടുള്ളൊരു ഡിഷാണ്. ഇനി ഗ്രേവി വേണമെന്നുണ്ടെങ്കിൽ ഈ സമയത്ത് കുറച്ച് ചൂടുവെള്ളം ഒഴിച്ച് നമുക്കൊന്ന് ഗ്രേവി ആക്കി എടുക്കാം. ഇങ്ങനെ കഴിക്കാനാണ് ഏറ്റവും നല്ലത്. ഇത് ഇനി ഗ്രേവി ആവശ്യമുള്ളവർക്ക് വേണമെങ്കിൽ കുറച്ച് വെള്ളം ഒഴിച്ചൊന്ന് ലൂസാക്കി എടുത്താൽ മതി. പിന്നെ ഇതിലേക്ക് കുറച്ച് 1 ടീസ്പൂൺ ശർക്കരയാണ് ഞാനിപ്പോൾ ചേർത്തത്. ഇതിന് എരിവും പുളിയോ വിനാഗിരിയൊക്കെ ഒഴിച്ചാണല്ലോ, അതൊക്കെ ഒന്ന് ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഞാൻ ശർക്കര ചേർത്തത്. അങ്ങനെ നമ്മുടെ ബീഫ് വിന്താലു ഇവിടെ റെഡി ആയിട്ടുണ്ട്. ചപ്പാത്തി, പൊറോട്ട ഇതിൻ്റെ കൂടെയൊക്കെ കഴിക്കാൻ ഏറ്റവും നല്ലൊരു കോമ്പിനേഷനാണ് ബീഫ് വിന്താലു. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്യുക. ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. ഇനി അടുത്ത പുതിയൊരു റെസിപ്പിയുമായിട്ട് ഞാൻ വീണ്ടും വരാം.